നമസ്കാരം കൂട്ടുകാരെ. സോഷ്യൽ മീഡിയയിൽ ഇന്ന് സിലു ടോക്സിലെ സൽഹയും മറ്റ് ക്രിയേറ്റേഴ്സും തമ്മിലുള്ള പോര് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എന്നാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വെറും ഒരു കുടുംബ പ്രശ്നമല്ല, മറിച്ച് നമ്മൾ കാണുന്ന ഈ ഒരു ഫാമിലി വ്ളോഗിംഗ് ബിസിനസ്സിലെ ചില ഇരട്ടത്താപ്പുകളെ കുറിച്ചാണ്. സൽഹ എന്ന സ്ത്രീയുടെ പോരാട്ടത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ നിലപാടുകളിലെ ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് ശരി, ആരാണ് തെറ്റ്? നമുക്ക് 3 കാര്യങ്ങളിലൂടെ ഇതൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്വകാര്യതയാണ്. സൽഹ പറയുന്നുണ്ട്, എന്റെ പ്രൈവസി റെസ്പെക്ട് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും അത് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു ലളിതമായിട്ടുള്ള ഒരു ലോജിക് ഉണ്ട്. നിങ്ങൾ ഒരു കട തുറന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കഥകൾ ടിക്കറ്റ് വെച്ച് വിൽക്കുന്നു എന്ന് കരുതുക. ആളുകൾ ടിക്കറ്റ് എടുത്ത് വന്ന് ആ കഥ കേൾക്കുന്നു. പകുതി കഥ കേട്ട് കഴിയുമ്പോൾ അവർ ബാക്കിയുള്ളത് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? സൽഹ തന്റെ വീഡിയോകളിൽ ഇതിനു മുൻപ് പലതവണ തന്റെ സ്വർണം പോയതും ഭർത്താവിന്റെ ബിസിനസ് പ്രശ്നങ്ങളും കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും എല്ലാം മോട്ടിവേഷൻ എന്ന പേരിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഒരു കൗതുകമുണ്ടാകും. ആ കൗതുകത്തെ തംബ്നെയിലായിട്ടും സൂചനകളിലൂടെയൊക്കെ വളർത്തിയതും ഇവർ തന്നെയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ എന്നെ പച്ചയ്ക്ക് കത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഇരയാകാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണ്? എന്തായാലും അവരുടെ വീഡിയോസ് ഒന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇവരുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഈ കാര്യത്തെക്കുറിച്ചും അറിയാം. അതായത് അവർ പറഞ്ഞ ഓരോ വാക്കും. ഇപ്പൊ രണ്ടാമത് അവർ പറഞ്ഞത് യൂട്യൂബ് വരുമാനത്തെ കുറിച്ചായിരുന്നു. തന്റെ ചാനലിലൂടെ ലഭിക്കുന്ന പണത്തെ സൽഹ വിശേഷിപ്പിക്കുന്നത് ഗതികെട്ട പൈസ എന്നായിരുന്നു. ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ പണം വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ ഡേറ്റയും സമയവും ഉപയോഗിച്ച് വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു ക്രിയേറ്റർക്ക് അവർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരുടെ വീഡിയോസിന് മിക്കതിന് മില്യൺ കടന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ലക്ഷം ആളുകൾ കണ്ട ഒരു വീഡിയോയിലേക്ക് മാത്രം തന്നെ അവർക്ക് വലിയൊരു തുക തന്നെ ലഭിക്കും. ആ പണം ഉപയോഗിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അത് തരുന്ന പ്രേക്ഷകരെ ആക്ഷേപിക്കുന്നതിന് ഒരു തരം നന്ദികേടല്ലേ? പണം ഗതികെട്ടതാണെങ്കിൽ ആ വഴി ഉപേക്ഷിക്കുക എന്നതാണ് മാന്യത എന്ന് പറയുന്നത്. അത് ചെയ്യാതെ പണവും വേണം, പക്ഷെ ആരും ഒന്ന് ചോദിക്കരുത് എന്ന് പറയുന്നത് പ്രായോഗികമല്ല. മൂന്നാമത്തെ കാര്യം സൽഹ പറഞ്ഞത് എന്താണ്? സുരക്ഷയെ കുറിച്ചുള്ള വൈരുദ്ധ്യമാണ്. മക്കളുടെ സുരക്ഷയെ കരുതിയാണ് താൻ കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന് ഇവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ബ്ലോഗറുടെ വീഡിയോകളിൽ അവരുടെ വീടിന്റെ ഓരോ മുക്കും മൂലയും വ്യക്തമായിട്ട് തന്നെ കാണാം. സുരക്ഷയിൽ ഇത്രയും ആദ്യം ഉണ്ടെങ്കിൽ എന്തിനാണ് വീടിന്റെ പ്ലാൻ പോലും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ തന്റെ വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മക്കളെയും സ്ത്രീത്വത്തെയും ഒക്കെ ഒരു കവചമായിട്ട് ഉപയോഗിക്കുകയാണോ എന്നവരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ആരാണ് ശരി, എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും? സൽഹയുടെ ഭാഗത്തുള്ള ശരി എന്ന് പറയുന്നത് അവർ 5 മക്കളുള്ള ഒരു സ്ത്രീ പ്രതിസന്ധികൾക്കിടയിലും തളരാതെ അധ്വാനിക്കുന്നത്. അതൊരു പോസിറ്റീവാണ്. എന്നാൽ അവരുടെ ഭാഗത്തുള്ള തെറ്റെന്താണ്? സ്വന്തം ജീവിതം കണ്ടന്റ് ആക്കി പണം സമ്പാദിക്കുകയും എന്നാൽ അതിലുണ്ടാകുന്ന ചോദ്യങ്ങളെ നേരിടാൻ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകരെയും ആക്ഷേപിക്കുന്നുണ്ട്. ഇനി മറ്റു ക്രിയേറ്റേഴ്സിന്റെ തെറ്റെന്താണ്? ചില റിയാക്ഷൻ ചാനലുകൾ കുട്ടികളെ പരിഹസിക്കുന്നതും തരം താണ രീതിയിൽ സംസാരിക്കുന്നതും ഒരിക്കലും അംഗീകരിക്കാനാകില്ല. വിമർശനം മാന്യമായിട്ടുള്ള രീതിയിലാകണം. ചുരുക്കത്തിൽ വ്ളോഗിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം വിൽക്കാൻ വെച്ചാൽ അവിടെ കാണികൾ വരും. അവർ അഭിപ്രായവും പറയും. വരുമാനം വേണം, പക്ഷെ ആരും ഒന്ന് ചോദിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നുകിൽ കാര്യങ്ങൾ സുതാര്യമായി പറയുക, അല്ലെങ്കിൽ ഈ സ്വകാര്യ ജീവിതം ക്യാമറയ്ക്ക് പുറത്തു വെക്കുക. പ്രേക്ഷകരുടെ ചിലവിൽ ജീവിക്കുകയും അവരെ തന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതി മാറണം. കൂട്ടുകാരെ, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇത്രയും വിപുലമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ തോന്നിയ ചില കാര്യങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് വെറും ഒരു വിനോദോപാധിയല്ല, അതൊരു ഉപജീവന മാർഗം തന്നെയാണ്. ഒരു സ്ത്രീ 5 മക്കളുമായി തന്റെ ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നും. പക്ഷെ ആ ബഹുമാനം നിലനിർത്തേണ്ട ആ ഒരു ബാധ്യത ഇവർക്കുമുണ്ട്. നമ്മൾ സ്വയം ഒരു റോൾ മോഡൽ ആണെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മളെ പിന്തുടരുന്നവരോട് കുറച്ചുകൂടി സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. എന്റെ സ്വകാര്യത എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്വകാര്യതയുടെ അതിർവരമ്പുകൾ നമ്മൾ തന്നെ നിശ്ചയിക്കണം. ലാഭം കിട്ടുമ്പോൾ പബ്ലിക് ആവുകയും ചോദ്യങ്ങൾ വരുമ്പോൾ പ്രൈവറ്റ് ആവുകയും ചെയ്യുന്നത് ഒരു തരം അവസരവാദമാണ്. ഈ വിവാദത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം ഇതാണ്. അതായത് കണ്ടന്റ് ക്രിയേറ്റർമാരോട് നിങ്ങളുടെ ജീവിതം ഒരു കണ്ടന്റ് ആണെങ്കിൽ പ്രേക്ഷകർ അതിന്റെ ജഡ്ജസ് കൂടിയായിരിക്കും. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുക. അതുപോലെ പ്രേക്ഷകരെയും അവർ നൽകുന്ന വരുമാനത്തെയും ബഹുമാനിക്കുക. ഇനി പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ തകർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന രീതി നമ്മളും ഒഴിവാക്കണം. വിമർശനം മാന്യമാകട്ടെ,
അതൊരിക്കലും ഒരു വ്യക്തിയെ മാനസികമായിട്ട് തകർക്കുന്നതാകരുത്. പിന്നെ പണത്തെക്കാളും പ്രശസ്തിയെക്കാളും വലുത് എന്ന് പറയുന്നത് നട്ടലുള്ള നിലപാടുകളാണ്. വളച്ചൊടിച്ച സത്യങ്ങളെക്കാളും വൈകിയാണെങ്കിലും തുറന്നു പറയുന്ന കാര്യങ്ങളാണ് ജനങ്ങൾ എന്നും സ്വീകരിക്കുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വിവേചന ബുദ്ധി കാണിക്കുക. സ്ക്രീനിൽ കാണുന്നതെല്ലാം 100% സത്യമായിരിക്കണം എന്നില്ല. കാണുന്നതിനെ വിശകലനം ചെയ്യാനും തെറ്റിന് തെറ്റെന്ന് പറയാനും നമുക്ക് കഴിയണം. എന്തായാലും ഈ ഒരു വീഡിയോ ആരെയും വ്യക്തിപരമായിട്ട് വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് ഈ മേഖലയിലെ ചില തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ്. നിങ്ങൾക്ക് ഈ വിശകലനത്തോട് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് മാന്യമായിട്ടുള്ള ഭാഷയിൽ താഴെ കമന്റ് ചെയ്യുക. ഓരോ കമന്റും ഞാൻ വായിക്കുന്നതാണ്. മറ്റൊരു പ്രസക്തമായിട്ടുള്ള വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.